നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പിൽ നിന്നാണ്. തളിപ്പറമ്പില് ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. എന്താ നമുക്ക് നോക്കിയിട്ട് കേട്ടോ. ഇതാ ഇവിടെ അറ്റ്ലസ് ജ്വല്ലറിയിൽ വലിയ ആൾക്കൂട്ടമാണ്. കുറേ സമയമായിട്ട് ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ എന്തോ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. എന്താണ് പരിപാടി എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നഗരസഭാ ചെയർപേഴ്സണാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ ചടങ്ങ് വലിയ ചടങ്ങ് കഴിഞ്ഞു. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ ഇവിടെ ഈ സാധാരണഗതിയിൽ നമുക്ക് അറ്റ്ലസ് ജ്വല്ലറിയുടെ ഈ അകത്തെ കാഴ്ചകൾ കാണാം. കാരണം എല്ലാവരും പുറത്തായി പോകുള്ളത്. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ ആദ്യം കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അറ്റ്ലസ് ജ്വല്ലറിയിലെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രജീഷിൻ്റെ ഒരു സ്ഥാപനമാണ്. പ്രജീഷിൻ്റെ സഹോദരനെയൊക്കെ ഒരു സ്ഥാപനമാണ്. അപ്പം ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണക്കച്ചവടം മാത്രമല്ല, അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പാവങ്ങളുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്ന ആൾക്കാരാണ് അറ്റ്ലസ് ജ്വല്ലറിയുടെ ഉടമകൾ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇതാ ഇത് പ്രജീഷ് മോളാണോ? ഹലോ മോളാ, എന്താ മോളുടെ പേര്? രുദ്രാംബിക. ഒരു മോനുണ്ടല്ലോ ഇവിടെ. അവൻ എന്നോട് നേരത്തെ ചോദിച്ചത്. അതുകൊണ്ട് തത്സമയം കുറെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ അല്ലേ? രുദ്രാംബിക പേര് കേട്ടല്ലോ. ഒരു വെറൈറ്റി നെയിം. മോന്റെ പേരെന്ന് പറഞ്ഞു ശ്രീപ്രപഞ്ച്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പേര് ഇട്ടതെന്നുള്ളത് അമ്മയുടെ പ്രജീഷിന്റെ വൈഫാണ് അല്ലേ? ഇത് ഇങ്ങനെ ഒരു വെറൈറ്റി നെയിം ഒക്കെയാണ്. എപ്പോഴും എല്ലാവരും കേൾക്കുന്ന പേരിൽ വ്യത്യസ്തമായിട്ടൊരു പേര് വേണം. ചിന്തിച്ചാൽ 6 മാസത്തെ ഗ്യാപ്പ്. അതല്ലേ, വെറൈറ്റി നെയിമാണ്. നിങ്ങളുടെ പേരെന്താ? ബിജിഷ. ഓക്കെ. അപ്പം പ്രജീഷിന്റെ വൈഫാണിത്. അപ്പം ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് പുറത്തുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്. ഇതിന് മുകളിൽ കേട്ടോ വെറൈറ്റി ടൈപ്പിൽ ബലൂണൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മൾ സീലിംഗ് ഉള്ളതുകൊണ്ട് അവിടെ തട്ടിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. എന്റെ പേരെന്താ? ഐഷ. ഇവിടുത്തെ കസ്റ്റമർ ആണോ? അത് ഫാമിലി ഫ്രണ്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന് വന്നതാണ് ഇപ്പോൾ പ്രോഗ്രാമിന് അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ കുറേ വിക്ഷോഭർക്ക് കണ്ടോ. ഇവിടെ ഇങ്ങനെ വിക്ഷോഭർക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സമ്മാനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഈ സമ്മാനങ്ങൾ അപ്പോൾ തന്നെ ഇത് മൊമെന്റോസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഒരു വലിയ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കും. ചെറിയ ചാറ്റം മഴയൊക്കെ ഉണ്ട് കേട്ടോ. അതൊരാൾ വീഡിയോ ഒക്കെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കഴിഞ്ഞിട്ട്. അപ്പോൾ ചാറ്റൽ മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് പോയിട്ടുണ്ട്. ഇവിടെ ചായ കൊടുക്കുന്ന സ്ഥലമാണ് ഇവർക്കൊക്കെയാണ്. ഇന്നത്തെ ഇവിടുത്തെ സമ്മാനം അടിച്ച 1ാം സമ്മാനം അടിച്ച ഒരാളാണ്. എന്റെ പേരെന്താ? പ്രതീക്ഷ അല്ലേ? എന്താ സമ്മാനം നോക്കിയോ? സമ്മാനം ഉണ്ട്. നോക്കിയില്ല എന്താന്നുള്ളത്. സ്വാഗോട്ടിന്റെ നല്ല സമ്മാനമായിരിക്കും. മോളുടെ പേരെന്താ? സന്തോഷായോ? സന്തോഷമായി. ഇതിന്റെ പേരെന്താ മോളുടെ? ഇവരൊക്കെ സമ്മാനം കിട്ടിയ ആൾക്കാരാട്ടോ. ഇവിടെ സമ്മാനം കിട്ടി. ഇവിടെ നല്ല ചായയും പലഹാരമൊക്കെ കൊടുക്കുന്നില്ല. ഇവിടെ ചായയും പലഹാരമൊക്കെ കൊടുക്കുന്നു. ഹായ്. നല്ല സൂപ്പർ കടിയുള്ള പഴംപൊരിയാ. നല്ല പഴംപൊരി ഉണ്ട്, നല്ല ചായ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. സാറേ, ബാഗൊക്കെ കിട്ടിയോ? സാറേ ഏത് സ്കൂളിലെയാണ്? കരിമ്പ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ പിന്നെ നമ്മൾ അറ്റ്ലസ് ജ്വല്ലറിയുടെ ഒരു പഠന ഉപകരണങ്ങൾ അല്ലേ, ബാഗാണ് കിട്ടിയത് അല്ലേ? പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് സ്കൂളുകൾക്ക് ഇത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ സമ്മാനങ്ങൾ കിട്ടിയ ഒരാളാണ്. അതുപോലെ തന്നെ ഈ 36 വർഷമായി തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ 36ാം വാർഷികം പ്രമാണിച്ച് നടത്തിയ നറുക്കെടുപ്പിൽ വിജയിയായിട്ടുള്ള സമ്മാന വിതരണം, അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ഈ സ്കൂൾ ബാഗൊക്കെ വിതരണം ചെയ്യുന്ന ഹലോ നമസ്കാരം. വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലേ? ഇങ്ങനെയുണ്ട്. സൂപ്പറായിട്ടുണ്ട്. പ്രതീക്ഷയെ സംബന്ധിച്ചോളം ഒരുപാട് ബാഗുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും. അപ്പോൾ നമുക്ക് കാണാം. ഇത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമസ്കാരം. സുഖമായിരിക്കുന്നു അല്ലേ? നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയാണ്. നമുക്ക് ഇവിടെ രംഗത്തായാലും ഏത് രംഗത്തായാലും അതുപോലെ തന്നെ ആർക്കെന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ പ്രജീഷുമായി ബന്ധപ്പെട്ടാൽ ഇതുവരെ ഇല്ല എന്നുള്ള ഒരു വാക്ക് പ്രജീഷ് പറഞ്ഞിട്ടില്ല. ബിസിനസ്സിനോടൊപ്പം തന്നെ ജനസേവനവും കൂടി ഒരു മുഖമുദ്രയായി മാറ്റുന്ന ഈ പ്രജീഷിനും ടീമിനും ഞാൻ ചെയ്യുന്ന തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും അങ്ങോട്ടുള്ള എല്ലാ പദ്ധതികളിലും പ്രജീഷിന്റെയും കുടുംബത്തിന്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.
അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ റിയാസ് ഉണ്ടല്ലേ, റിയാസിനൊക്കെ ഉണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ തത്സമയം കുറേ ആളുകൾ കാണുന്നുണ്ട്. എന്തായാലും ഇന്നലെ പ്രതീക്ഷിനെ കുറിച്ച് നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല സേവകർ എന്ന് പറയുന്നത് വ്യാപാരികളാണ്. ഉത്തമ ഉദാഹരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. കാരണം ഉപഭോക്താക്കൾക്ക് സമ്മാനങ്ങൾ നൽകി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കുള്ള പഠനോപകരണങ്ങൾ നൽകി എന്തിനേറെ പറയുന്നു നമ്മുടെ നാട്ടിലെ വിദേശത്തും ജോലി ചെയ്യുന്ന ആളുകൾക്ക് മൊബൈൽ പരിപാടികൾക്ക് സ്വർണ്ണം വാങ്ങാനും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള വലിയൊരു പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്ത് തന്നെയായാലും ഈ നാട്ടിലെ വളരെ ഇതുപോലെയുള്ള സംരംഭങ്ങളെ എന്നും നമ്മൾ കൂടെ നിർത്താം. ഇവർ മാത്രമേ നമ്മൾക്ക് എന്ത് പദ്ധതിക്കും ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും എല്ലാ സംരംഭങ്ങളെയും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പ്രജീഷിന്റെ പ്രസംഗം കേട്ടോ. പ്രജീഷിന്റെ പ്രസംഗം. അപ്പോൾ പ്രജീഷിന്റെ നന്ദി പ്രകടനമൊക്കെ കണ്ടു. ഇപ്പൊ നമ്മുടെ ഒരു സിനിമാ താരം കൂടെ ഉണ്ട്. ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരു പരിപാടി കഴിഞ്ഞല്ലേ? വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നല്ല സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് എത്താൻ പറ്റിയത് ചെയർപേഴ്സണാണ്. ഇദ്ദേഹമാണ് ക്ഷണിച്ചത്. അപ്പോൾ എത്താൻ പറ്റിയത് എന്റെ മേഖലയിൽ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും അംഗീകാരമാണ്. നമ്മുടെ ചെയർപേഴ്സൺ, ഞാൻ ചെയർപേഴ്സന്റെ ബസ്സൊക്കെ കേട്ടിരുന്നു ലൈവിൽ കുറേ ആൾക്കാർ. എന്തായാലും ഒരു സന്തോഷത്തിനോ അല്ലേ? നമ്മുടെ 36 വർഷത്തോളമായി നല്ല രീതിയിൽ തന്നെ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സേവനങ്ങൾ ഇനിയും ചെയ്യട്ടെ. രാജേഷ് മാഷെ നമസ്കാരം. മാഷി പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റാണ്. ഞാൻ മാഷി രാവിലെ ഒരു ചടങ്ങിലുണ്ടായിരുന്നു. പ്രജീഷിന്റെ സ്ഥാപനം വളർന്നു വരികയാണ് അല്ലേ? ഇപ്പോൾ നഗരത്തിലെ സ്ഥാപനം ഇതിന്റെ വളർച്ചയുടെ പടപോലെ ഉയരത്തിൽ മാത്രമാണ് ഓക്കെ, വളരെ സന്തോഷം. സ്നേഹോപകാരം വിതരണം ചെയ്യുകയാണ്. ഇവിടെ വന്ന വിശിഷ്ട അതിഥികൾക്കുള്ള സ്നേഹോപകാരം വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് കാണാം, മനോഹരമായ ഒരു മൊമെന്റോയാണ് ഇവരിപ്പോൾ നൽകുന്നത്. രാജേഷ് ബക്കളം അദ്ദേഹത്തിന് ഉപഹാരം കൊടുക്കാൻ വേണ്ടി പ്രസിഡന്റിനുള്ള ഉപകാരം അറ്റ്ലസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കാം. അറ്റ്ലസ് ജ്വല്ലറിയുടെ കുടുംബാംഗങ്ങൾ ചേർന്നാണ് ഈ ഉപഹാര വിതരണം നടത്തുന്നത്. ഈ മഴ പെയ്തൊഴിഞ്ഞ സായാഹ്നത്തിൽ എത്ര മനോഹരമായ കാഴ്ചയാണ് തലപ്പുറം നിന്ന് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലേ? നമ്മുടെ ഇപ്പോൾ സംസാരിച്ച സിനിമാ താരത്തിനുള്ള ഉപഹാരം കുടുംബാംഗങ്ങൾ ചേർന്ന് കൊടുക്കുന്നു. ഹായ്, വിജേഷ് കുമാർ പട്ടോളി. സുഖമാണോ? സുഖമാണ്. തീർച്ചയായും റാനിയൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഏതാണ്ട് കഴിയാതായെന്ന് തോന്നുന്നു. നമുക്ക് കാണാം. നിസർഗ ഒന്ന് വന്നേ, നിസർഗ വന്നേ, നിസർഗ അതിക്കോട്ട് വന്നേ, നിസർഗിനത് കാണട്ടെ. നമ്മുടെ തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സണാണ് നിസാർക്ക. നിസാർക്ക എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അവിടെ പ്രദേശത്തെ നിൽക്കുന്നു. ഞാൻ ഇതിനൊക്കെ എന്താണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു അല്ലേ? സുഖമായിരിക്കുന്നു. നല്ലൊരു സായാഹ്നം, നല്ല സായാഹ്നം, മനോഹരമായ സായാഹ്നം. ഇത് തളിപ്പറമ്പിൽ ഒരു നല്ല നിമിഷങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത്. തളിപ്പറമ്പിന്റെ ടൗണിൽ ഹൃദയഭാഗത്തുള്ള അറ്റ്ലസ് ജ്വല്ലറിയുടെ 36ാം വാർഷികമാണ്. അതോടനുബന്ധിച്ച് നിർദ്ധരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹനവും മറ്റ് ഉപഭോക്താക്കളുടെ സമ്മാനങ്ങളുമായി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന ചെയർപേഴ്സന്റെ ഇതിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ അറ്റ്ലസ് ഇനിയും ഏറെ തന്നെ ആശംസിക്കുക. തീർച്ചയായും വളരെ സന്തോഷം. ഇവിടെ ഇവരൊക്കെയാണ് നെടുന്തൂണുകൾ. ഇവിടെ ഒരുപാട് ആൾക്കാർ അവർ സ്ഥിരം മുഖങ്ങളാണ്. ചേട്ടാ, വളരെ സന്തോഷത്തിലാണല്ലോ. സന്തോഷമായി. എല്ലാവരും പങ്കെടുത്തു. മഴ മാറി നിന്നല്ലേ? നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ സന്തോഷം. ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാം. ഇവരൊക്കെ സ്ഥിരം പരിചിത മുഖങ്ങളാണ്. എങ്ങനെയുണ്ട്? കച്ചവടം ഉഷാറായി നടക്കുന്നു അല്ലേ? സ്വർണ്ണം വലിയൊരു വിഷയമല്ല. വെറൈറ്റി പിന്നെ ഡിസൈനുള്ള ആഭരണങ്ങളൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നമുക്ക് കാണാം, ഒരു മഴ പെയ്തൊഴിഞ്ഞ ഒരു സായാഹ്നമാണ്. ആ മഴ പെയ്തൊഴിഞ്ഞ സായാഹ്നത്തിൽ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറ്റ്ലസ് ജ്വല്ലറിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. പ്രജീഷിന് ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് കൂടിയാണ് കേട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കണം. ഹലോ, നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. നേരത്തെ എത്തി നമ്മൾ സംസാരിച്ചു. ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട്. വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വ്യാപാരികളൊക്കെ വന്നിട്ടുണ്ട്, സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ദുബായ്, നമ്മുടെ എന്റെ പ്രേക്ഷകർ ദുബായിലുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഞാൻ അടുത്ത ദിവസം ദുബായ് വരുന്നുണ്ട്, അവിടെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും അതെ അല്ലേ? ദുബായിൽ എവിടെയാ? ഞാൻ ദുബായിൽ ഗോൾസൂക്കിൽ വർക്ക്. ഓ അതെ അല്ലേ? പേരെന്താ? ഷൗക്കത്ത്. ഇന്ന് പ്രജീഷിന്റെ സ്ഥാപനം ഇങ്ങനെ ഓരോ ദിവസം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം സിറ്റികളിലുണ്ടായിരുന്നു.
പിന്നെ ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ 18 വർഷമായിട്ട് ദുബായ് കോൺസുലേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദുബായിൽ നമുക്ക് അങ്ങനെ ഹാൻഡ് പ്രജീഷേ, ദുബായിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ തത്സമയം ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പ്രജീഷാണ് നോക്കട്ടെ, സംസാരിക്കും. നമ്മുടെ പ്രേക്ഷകരെ കാണുന്നുണ്ട്, നമ്മളെ സ്വന്തം ആളാണ്. ഒന്ന് ഇവിടെ നമുക്ക് വെട്ടത്തിൽ വെക്കാം പ്രജീഷിനോട്. അപ്പൊ പുതിയ പിന്നെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പറയും. പുതിയ ഓഫറുകളല്ല, നമ്മുടെ എന്താ വെച്ചാൽ പിന്നെ കുറി നടത്താറ്, എല്ലാവരും കുറി നടത്താറ്. അപ്പൊ എല്ലാവരും കുറി നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഏജന്റുമാർ വീട്ടിൽ പോയി പൈസ പിരിക്കുന്നു, അത് കടയിലെത്തുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. അതുകൊണ്ട് ഇതിനൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡിജിറ്റൽ ആപ്പ്. അപ്പൊ എവിടെ നിന്ന്, ലോകത്തിലെ എവിടെ നിന്നും നിങ്ങൾക്ക് ആ സ്കീമിലേക്ക് ചേരാം, പൈസ അടക്കാം. അത് ഒരു വർഷത്തെ പരിപാടിയാണ്. ആ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പണിക്കൂലി ഇല്ലാതെ ആ സാധനങ്ങൾ മാറ്റാം. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ പുതിയൊരു ഓഫറാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 36ാം വാർഷികം അച്ഛന്റെ ഒരു സ്മരണയൊക്കെ ഉണ്ടല്ലോ മുന്നിൽ അല്ലേ. അപ്പൊ 36ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കുറെ ആളുകൾക്ക് പഠനോപകരണം വിതരണം ചെയ്യാണ് വിദ്യാർത്ഥികൾ. അങ്ങനെ അതിലേക്ക് എങ്ങനെ ചിന്ത വന്നത്? അല്ല, ഞാൻ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോ നമ്മളെ ശ്രീനിയേട്ടനോട് തുറന്നു പറയുന്ന പോലെ പറയാം. കാരണം ഞാൻ പേപ്പറിൽ അച്ഛന്റെ ഫോട്ടോ കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ 60,000 50,000 ഞാൻ വിചാരിച്ചു വെറുതെ എന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തിട്ട് പല കുട്ടികൾക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ആകുന്നുണ്ട്, ആയിക്കോട്ടെ എന്നുള്ള ധാരണയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ കൊറോണ വരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കൊറോണ സമയത്ത് ഒരു 10-12 TV വരെ നമ്മൾ കുറേ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ പിന്നെ പല സ്കൂളുകളിലായിട്ടാണ് ഈ ഇത് സംരംഭം കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് ഇപ്പൊ അധികം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഇങ്ങനെ ഒരുപാട് പരസ്യമൊക്കെ കൊടുത്തിട്ട്, പരസ്യം കൊടുക്കേണ്ടതെന്നല്ല, പരസ്യം കൊടുത്തിട്ട് വെറുതെ പൈസ കളയുന്നതിന് പകരം എന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് ശരിയായിക്കോട്ടെ, അത് ഗുണമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. മുന്നോട്ടി നമസ്കാരം. എന്നോട് പേരെന്താ? ഐശ്വര്യമായിട്ട് നല്ല സുന്ദരമായ സായാഹ്നം കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ആൾക്കാരൊക്കെ വന്നിട്ട് ഹാപ്പി ആയിരുന്നു? ഹാപ്പി ആക്കി. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? അടിച്ചു പൊളിക്കണം. എന്തായാലും ഇവിടെ ഒരുപാട് സെക്ഷനുകളുണ്ട്. നമുക്കിവിടെ കാണാം നല്ല വെള്ളി ആഭരണങ്ങളുടെ സെക്ഷൻ, അല്ല ഗോൾഡ്, ഡയമണ്ട്സ്, അങ്ങനെ സെക്ഷൻ ഒരുപാട് സെക്ഷനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇന്ന് ഈ സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വദേശത്തും വിദേശത്തുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ബന്ധമുള്ള ഒരാളാണ് പ്രജീഷ്. ആ പ്രജീഷിനോട് ഒപ്പം ഈ സായാഹ്നത്തിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജീഷിന്റെ അറ്റസ്റ്റുകളുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം അതിനിടയ്ക്ക് ആ പുറത്തൊരു ആങ്കർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ആങ്കറോട് സംസാരിച്ചു. എന്താ ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ഹലോ, നമസ്കാരം. എന്താ പേരെന്താ? പ്രണവ്. മാളവിക. ആഹാ, ഇതിനൊരു പാർട്ട്ണറാണ് മാളവിക അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യും? മാരീഡ് അല്ല, നിങ്ങളുടെ ഇത് ആങ്ങളെയാണോ? ആ, ഓക്കെ. അമ്മയാണ് പ്രജീഷിന്റെ അമ്മയെ തപ്പിച്ചാൽ നടക്കുമായിരുന്നു. നമ്മൾ എന്താ അമ്മയുടെ പേരെന്താ? വസന്ത. വത്സന്നല്ല അല്ലേ? വസന്ത വത്സൻ. ആഹാ, ഇത് നോക്കട്ടെ. വത്സേട്ടൻ്റെ ഒരു ചിത്രം, ഛായാചിത്രം ഒക്കെ കാണാൻ വേണ്ടി അല്ലേ? ഇവിടെ ഉണ്ട്. ഇതാണ് വത്സേട്ടന്റെ ചിത്രം. നിങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും. അപ്പോ ഇത്തരത്തില് ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ കുസൃതി മകളാണ് ഉപഹാരം കൊടുക്കുന്നത്. ആങ്കർ നമ്മൾ തത്സമയം ആങ്കർ കുറേ സമയം നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നത് നമ്മൾ ആങ്കർ പരിചയപ്പെടാം. ആ മൈക്കെന്ന് വെച്ചാൽ ആങ്കർ ഒരു മിനിറ്റ്. ഇതാണ് നമ്മൾ ആങ്കർ കേട്ടോ. എന്താ ആങ്കർ പേരെന്താ? എന്റെ പേര് അരിഫാണ്. എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. കുറേ സമയം ഈ ആങ്കരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, തത്സമയമാണ്. എന്തായാലും ആയിക്കോട്ടെ, വളരെ സന്തോഷം. അതാണ് അറ്റ്ലസ് ജ്വല്ലറി. ഇതാ ഒരു ബ്ലോഗറെ നമ്മൾ എടുത്തുകൊണ്ട് ചായ ഉണ്ട്. എല്ലാരും കയറി ചായ കുടിക്കുക. ചായ കുടിക്കാതെ പോകരുത്. വന്നവരെല്ലാരും ചായ കുടിക്കുക. അപ്പൊ പിന്നെ പ്രജീഷിന്റെ ബ്രദറെ പ്രജീഷിന്റെ സഹോദരൻ ഇവിടെ ഞാൻ കുറെ സമയം തപ്പി നടക്കും. നിങ്ങൾ വന്ന് പിന്നെ നമ്മൾ തത്സമയം ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഉള്ള പുതിയ പദ്ധതികൾ, അപ്ഡേഷൻസ് വരികയാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? അടിച്ചു പൊളിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും അറ്റസിൽ വന്ന് സ്വർണ്ണമൊക്കെ എടുക്കുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല ഒരു ദിവസം, നല്ല ഒരു സായാഹ്നം, മഴ പെയ്തൊഴിഞ്ഞ ഈ സായാഹ്നത്തിൽ മനോഹരമായ ഈ ചടങ്ങ് സംപ്രേഷണം ചെയ്യാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. പ്രജീഷിന്റെ ഈ സ്ഥാപനത്തിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.